അഭിനയം ഇഷ്ടമുള്ളത് കൊണ്ടാണ് വന്നത്. പിന്നെ ഞാൻ 10 വർഷത്തോളം വർക്ക് ചെയ്തു. പിന്നെ സാറിനോട് നേരിട്ട് ചോദിക്കാൻ പറ്റില്ല. നമുക്ക് വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം പിന്നെ അത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അപ്പം തന്നെ ഇല്ലാതെയായാലോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു 10 വർഷത്തിന് ശേഷം ആഷിഖിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞാൻ ഒരു കഥയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കമൽ സാറ് ഷഫീർ പറഞ്ഞിട്ട് കൺട്രോളർ പറഞ്ഞ് വിളിക്കണത്. അന്ന് തന്നെ മുടി ഞാൻ നീട്ടി വളർത്തിയിരുന്നു. സാറിങ്ങനെ ഒരു പടം ചെയ്യുന്നുണ്ട് ഗദ്ദാമ. അപ്പോൾ ഇങ്ങനെ മുടിയുള്ള ഒരാളെ അന്വേഷിക്കുന്നുണ്ട്, അപ്പോൾ ഷൈനൊന്ന് പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇത് നമ്മളാ ആഗ്രഹം നിർത്തി അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്ത് ഒരു പടം ചെയ്യാനായിട്ട് തുടങ്ങിയ കഥയൊക്കെ ആയിട്ട് ഞാനും ഗുഗും കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അങ്ങനെ ഒരു വിളി വരുന്നത്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അപ്പോൾ അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയി കണ്ടുപോയിക്കുന്ന സാർ ഹാപ്പിയായി നമ്മളെ കണ്ടപ്പോൾ. ഒരേ എഴുത്തുകാരൻ അല്ലെങ്കിൽ സംവിധായകൻ അവൻ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടർ മുന്നിൽ വന്ന് പെടുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ. അപ്പോൾ സാറ് ഹാപ്പിയായി. സാറ് പറഞ്ഞു ഓക്കെയാണ്, ഈ മുടി വെട്ടരുത്, ഇനി താടി വളർത്താൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അതിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു പടത്തിൻ്റെ പ്രവർത്തനമായിട്ട് ഇരിക്കുന്ന സമയത്താണ് തിരിച്ച് നമ്മുടെ ഇഷ്ടത്തിലേക്ക് വീണ്ടും നമ്മൾ ലൈഫ് കൊണ്ടുപോകുന്നത്. ഏറ്റവും വലിയ സന്തോഷമായിരുന്നു ആ സന്ദർഭം. അത് ഒരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ആഗ്രഹിച്ചതാണ്, എന്നാൽ നമ്മൾ ചോദിച്ചിട്ടുമില്ല. അങ്ങനെ സാറിൻ്റെ അടുത്ത് അത് ഓർമ്മിപ്പിച്ചിട്ടുമില്ല, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റ് ചെയ്തിട്ടുമില്ല. അത്രയും കാലത്തിനിടയിൽ സാറ് തന്നെ അറിഞ്ഞുകൊണ്ട് അതങ്ങനെ ഒരു സാധനം, ഒരു റോള് നമുക്ക് തരുമ്പോൾ സാറിന് തോന്നിയിട്ടുണ്ടായിരിക്കാം എൻ്റെ പെരുമാറ്റങ്ങൾ കൊണ്ടും ഞാൻ അതുവരെ ലൊക്കേഷനിൽ നിന്നിട്ടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ കൊണ്ടും അറിഞ്ഞിരിക്കാം. സാർ അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്തായാലും. ഒരു ഡയറക്ടറാണ് സാറിന് ഒബ്സർവേഷൻ വളരെയധികം ഉണ്ട്. അപ്പോൾ സാറ് അങ്ങനെ അറിഞ്ഞുകൊണ്ടായിരിക്കും അത് ചിലപ്പോൾ തന്നത്. എനിക്ക് സംസാരിച്ചിട്ടുണ്ടോ ഇതിൽ? ബോധപൂർവം ആരെയും ഒഴിവാക്കുകയില്ല, ബോധപൂർവം ആരെയും അതന്നെ വേണം തീരുമാനിക്കില്ല. ആ പടമാണ് ഏറ്റവും മുന്നിലുള്ള നമ്മുടെ ഇമ്പോർട്ടൻസ്, ഏറ്റവും ഫസ്റ്റ് പ്രിഫറൻസ്. അതിനാവശ്യമുള്ള എല്ലാവരും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ആവശ്യമില്ലാത്തവരും നമ്മൾ പുറത്താക്കുന്നൊന്നുമില്ല, എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതിലിപ്പോൾ വർക്ക് ചെയ്യുന്നവരേക്കാൾ കൂടുതൽ നമ്മുടെ കൂട്ടുകെട്ടെന്ന് പറയുന്നത് ഇതിലങ്ങനെ ടെക്നിക്കലായിട്ട് ആരും പേരില്ലാത്തവരും എല്ലാവരും വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു കൂട്ടാളുകളുണ്ട്. അവരെ മുഴുവൻ നമുക്ക് ഈ പടത്തിൻ്റെ ക്രെഡിറ്റ് ലിസ്റ്റിൽ കൊണ്ടുവരാനോ പറ്റിയിട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാനോ പറ്റില്ല. പക്ഷെ എന്നാലും ആ കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ടാവും, അടുത്ത പടത്തിലും ഉണ്ടാവും. ആവശ്യമുള്ള എല്ലാവരും ഈ പടത്തിലുണ്ടാവും. ഞാൻ ഇഷ്ടപ്പെടുന്നത് അഭിനയമാണ്. അതെനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഞാനത് പറയുന്നത്. അതേപോലെ ബിനു എന്ന് പറയുന്ന ഒരാൾ ചെറുപ്പം മുതൽ ഡയറക്ടർ ആവാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത് ബിനുവിനെ സംബന്ധിച്ച് അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം, അതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്നെ സംബന്ധിച്ച് ഡയറക്ഷൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% നമ്മൾ ഡെഡിക്കേറ്റഡ് ആയി നിന്നാൽ മാത്രമാണ് ഒരു പടം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ, അത് ഒരു കമ്പനിയുടെ ഡയറക്ടറായാലും ഒരു പ്രോഗ്രാമിൻ്റെ ഡയറക്ടറായാലും ഒരു മൂവിയുടെ ഡയറക്ടറായാലും, ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഡെഡിക്കേഷൻ ഫുൾ ലൈഫാണത്. ലൈഫ് ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാലാണ്, അത്രയും പാഷൻ ഉണ്ടായാലാണ് ഒരു പ്രൊഡക്റ്റ് പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ ആ പാഷൻ ഇല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ജോലിയാണ്. പാഷൻ ഉണ്ടെങ്കിൽ അത് വളരെ ഈസി, വളരെ എനർജി ഉണ്ടാക്കുന്നതുമായൊരു കാര്യം. ചെറുപ്പത്തിലേ എനിക്ക് ആ പണം പ്രശസ്തി അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ചെറുപ്പത്തിലെ ആഗ്രഹത്തിനെ നമ്മൾ ചേസ് ചെയ്യുന്നത്. ചെറുപ്പത്തിൽ ഉണ്ടാവുന്നത് നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല. നമുക്ക് സ്ക്രീനിൽ കാണണം, സ്ക്രീനിൽ അവർ ചെയ്ത പോലെ ചെയ്യണം എന്നുള്ള ആ ഇഷ്ടമാണ്. ഇപ്പോൾ പണവും പ്രശസ്തി എന്ന് പറയുന്നത് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഒരിക്കലും സംഭവിക്കുന്ന കാര്യമല്ല. അത് ഒരുപാട് നാളത്തെ നമ്മുടെ പരിശ്രമം കൊണ്ട് മെല്ലെ മെല്ലെ സംഭവിക്കുന്നതാണ്. അത് പെട്ടെന്നൊരു ദിവസം ലഭിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഇറങ്ങി പുറപ്പെടും. ഇത് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത സാധനമാണ് അത്. പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനെ ചേസ് ചെയ്യുന്നതാണ് അതിലും നല്ല ട്രിപ്പ്. ഒരുപാട് ഡയറക്ടേഴ്സ് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ബിനു ആണെങ്കിലും എൻ്റെ ഫ്രണ്ട്സിൽ ഒരുപാട് ഡയറക്ടേഴ്സ് പുതിയതുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഷൈജു, സമീർ, സിദ്ധു, അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇനിയും ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ ഗുഗു ആണെങ്കിലും, എൻ്റെ കൂടെ എഴുതായിരുന്ന പുള്ളിയും ഡയറക്റ്റ് ചെയ്യാണ്. എല്ലാവർക്കും ഡയറക്റ്റ് ചെയ്യാനുള്ള അപ്പോൾ ഒരു ലോഡ് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഡയറക്ടേഴ്സിൻ്റെ ഒരു ക്ഷാമം നമുക്കൊരിക്കലും സംഭവിക്കില്ല മലയാള സിനിമ.